വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത ഭാഗം 9, അധ്യായങ്ങൾ 16, 17. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കലിംഗ രാജാവിൻ്റെ സൈന്യം ശത്രു സൈന്യത്തെ നേരിടുവാൻ തയ്യാറാവുകയും രാത്രിയിൽ ഊഴമിട്ട് ഭടന്മാർ കാവൽ കാക്കുകയും ചെയ്യുന്നിടത്താണ്. അതേസമയം ചന്ദനോദ്യാനത്തിൻ്റെ അടുത്തുള്ള സൈതകപുരിയിൽ ഒരു ശൂദ്ര വീട്ടിൽ ഒരു മനുഷ്യൻ അജ്ഞാതരായ മറ്റു 3 പേരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു. അമ്മയും മകളും മരിച്ചുപോയി എന്ന് കരുതിയ സഹോദരനെ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി തുടരാം. അധ്യായം 16, യുദ്ധം. മുമ്പത്തെ അധ്യായത്തിൽ വിവരിച്ച പ്രകാരം ഉറങ്ങിക്കിടക്കുന്ന സൈന്യങ്ങൾ യുവരാജാവിൻ്റെ പാളയത്ത് നിന്ന് പ്രഭാത സമയത്ത് കാഹള ശബ്ദവും ഭേരീനാദവും കോലാഹലവും കേൾക്കുകയാൽ ഉണർന്ന് ഉടുപ്പിട്ട് ആയുധപാണികളായി. ആ കോലാഹലം കേട്ടത് കുന്തളേശൻ്റെ സൈന്യം ദൂരെ വരുന്നത് കണ്ടതിനാലായിരുന്നു. ആ സൈന്യത്തെ കണ്ട് ദിക്കിൻ്റെയും യുവരാജാവിൻ്റെയും വ്യൂഹം നിർത്തിയതിൻ്റെയും മധ്യത്തിൽ ഒരു ചെറിയ കുന്നും അതിനു ചുറ്റും നല്ല കാടും ഉണ്ടായിരുന്നതിനാൽ കുന്തളേശൻ്റെ സൈന്യം എത്ര വലിയതാണെന്നറിയുവാൻ പ്രയാസമായി തീർന്നു. ആ കാട്ടിൽ യുവരാജാവിനെ യാതൊരു തരക്കേടും വരരുതെന്നുള്ള വിചാരം ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹരക്ഷയെങ്കിൽ വളരെ താൽപ്പര്യത്തോടുകൂടി വേടർ കരജൻ 3000 വേടരെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വേടർ നിന്നിരുന്ന സ്ഥലം കുറെ ഉയർന്നതായിരുന്നതിനാൽ അത് അവർക്ക് നല്ല ഒരു ആക്കമായി. വേടർ ഓരോ മരങ്ങളുടെയും പൊന്തകളുടെയും പിന്നിൽ തങ്ങളുടെ ശരീരത്തെ മറച്ചാണ് നിന്നിരുന്നത്. അതുകൊണ്ടും സ്വതേ കറുത്ത അവരുടെ ശരീരം മിക്കതും നഗ്നമായിരുന്നതിനാലും ശത്രുക്കൾ വേടരുടെ ഉപായം മനസ്സിലാക്കാതെ അവരുടെ വളരെ അരികത്തെത്തി. എത്തേണ്ട താമസമേയുണ്ടായുള്ളൂ. അപ്പോഴേക്ക് കാട്ടിൽ ഒളിഞ്ഞിരുന്നിരുന്ന വേടർ ഒന്നായി എഴുന്നേറ്റ് അതിവിദഗ്ധതയോടുകൂടി ശത്രുസൈന്യത്തിന്മേൽ കഠിനമായ അമ്പുമാരി തുടരെ തുടരെ തൂകി. ഒട്ടും ഓർക്കാതെ ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോൾ ഹുങ്കാരത്തോടുകൂടി പോയിരുന്ന ആ സൈന്യത്തിൻ്റെ ദ്രുതഗതി പൊടുന്നനവേ നിന്ന് അല്പം നേരം പരിഭ്രമിക്കയാൽ വേടന്മാരുടെ ഇടവിടാതെയുള്ള അസ്ത്രപ്രയോഗം കൊണ്ട് അതിന് വലിയ നാശം സംഭവിച്ചു. ശത്രുസൈന്യത്തിൽ വില്ലാളികൾ ഇല്ലാതിരുന്നതിനാൽ സേനാപതി വേടരോട് യാതൊന്നും പകരം ചെയ്യുവാൻ ശ്രമിക്കാതെ ശേഷിച്ച സൈന്യത്തെ വേഗത്തിൽ മുന്നോട്ട് നടത്തി യുവരാജാവിൻ്റെ വ്യൂഹത്തോടടുപ്പിച്ചു. അപ്പോൾ വേടർക്ക് എയ്യുവാൻ തരമില്ലാതെയായി. നിരന്ന സ്ഥലത്തേക്കിറങ്ങി കുന്തളേശൻ്റെ കുതിരപ്പടയോട് നേരിടുവാൻ കുതിരയില്ലാത്തതിനാൽ വേടർക്ക് സാമർഥ്യവും പോരാ. ആകയാൽ അവർ യുവരാജാവിന് കഴിയുന്ന സഹായം ചെയ്യുവാൻ വേണ്ടി കീഴ്പോട്ടിറങ്ങി ആ സൈന്യത്തോട് ചേരുകയും ചെയ്തു. അതിനിടയിൽ അഘോരനാഥനും യുവരാജാവിൻ്റെ രക്ഷയ്ക്ക് തൻ്റെ സ്ഥാനം വിട്ട് ഓടിയെത്തി. ആകാരദാരുണനായ അദ്ദേഹത്തിൻ്റെ ഉന്നത ഗുണം കൊണ്ട് ശോഭിതമായ മുഖം എല്ലാറ്റിൻ്റെയും മീതെ പൊങ്ങി കാണുമാറായപ്പോഴേക്ക് യുവരാജാവിനും സൈന്യത്തിനും ധൈര്യവും ഉത്സാഹവും വർദ്ധിച്ചു. അദ്ദേഹം എത്തിയ ഉടനെ തൻ്റെ ആയുധമായ വാൾ ഊരിപ്പിടിച്ച് ശത്രുസൈന്യത്തിലുള്ള പ്രധാനികളെയൊക്കെയും സൂക്ഷിച്ചു നോക്കി തുടങ്ങി. അതിൻ്റെ ആവശ്യം കൃതവീര്യനെ കണ്ടുപിടിപ്പാനായിരുന്നു. കൃതവീര്യനോട് നേരിട്ട് പൊരുതി അദ്ദേഹത്തെ തോൽപ്പിച്ചാൽ ശത്രുക്കൾ ഉടനെ തോറ്റ് ഓടിപ്പോകുമെന്നും അദ്ദേഹത്തോട് നേരിടുവാൻ തൻ്റെ സൈന്യത്തിൽ അത്ര ബലവും അഭ്യാസവും ഉള്ള ആളുകൾ വേറെ ആരും ഇല്ലെന്നും അഘോരനാഥന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതിനിടയിൽ യുവരാജാവിൻ്റെ സൈന്യവും കുന്തളേശൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റ് ഘോരമായ സമരം തുടങ്ങി. രാജധാനിയുടെ കിഴക്ക് ഭാഗത്ത് കുന്തളേശൻ്റെ സൈന്യം ഭയങ്കരമായി അങ്ങനെ പൊരുതുവാൻ തുടങ്ങിയപ്പോഴേക്ക് ഏകദേശം അത്ര തന്നെ വലുതായ മറ്റൊരു സൈന്യം ആരും വിചാരിക്കാത്ത ദുർഘടമായ ഒരു സ്ഥലത്തുകൂടി കടന്ന് അധികം ശബ്ദങ്ങളും കോലാഹലങ്ങളും മറ്റും കൂടാതെ രാജധാനിയുടെ പശ്ചിമ ഗോപുരത്തിന് സമീപമെത്തി. എത്തിയ ഉടനെ അവിടെ നിർത്തിയിരുന്ന ചെറിയ സൈന്യത്തോട് ചുരുക്കത്തിൽ ഒന്നേറ്റു. അവരുടെ എണ്ണം കുറയുകയാലും സാമർഥ്യം പോരാകയാലും ശത്രുക്കൾക്ക് രാജധാനിക്കുള്ളിൽ കടക്കുവാൻ അധികം പ്രയാസമുണ്ടായില്ല. ഉള്ളിൽ കടന്നതിൻ്റെ ശേഷമാണ് അഘോരനാഥനെ ആ വർത്തമാനം അറിയിക്കുവാൻ ആൾ പോയത്. ആ സൈന്യത്തിൻ്റെ അധിപതി കൃതവീര്യൻ തന്നെയായിരുന്നു. അദ്ദേഹം രാജധാനിക്കുള്ളിൽ കടന്ന ഉടനെ ഒരു നിമിഷം പോലും കളയാതെ വൃദ്ധനായ കലിംഗരാജാവിൻ്റെ അരമനയുടെ മുകളിലേക്ക് കയറിച്ചെന്നു. ദുർബലന്മാരായ രക്ഷിജനും കുന്തളേശനും ഭടന്മാരും വരുന്നത് കണ്ടപ്പോൾ വ്യാഘ്രത്തെ കണ്ട ശ്വാക്കളെപ്പോലെ അവരവരുടെ സ്ഥാനം വിട്ട് മണ്ടിത്തുടങ്ങി. കുന്തളേശൻ
മഹാരാജാവിൻ്റെ മുമ്പിൽ എത്തിയ ഉടനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഉറപ്പുള്ള ഒരു ഡോലി തിരുമുമ്പാകെ വെപ്പിച്ച് തിരുമനസ്സുകൊണ്ട് അതിൽ കയറിയിരിക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വൃദ്ധൻ വസ്തുത മുഴുവൻ ഗ്രഹിക്കാതെ എന്തിന് എന്ന് ചോദിച്ചു. അത് ഞാൻ വഴിയെ ഉണർത്തിക്കാം എന്ന് പറഞ്ഞ് കൃതവീര്യൻ തന്നെ വൃദ്ധനായ മഹാരാജാവിനെ പതുക്കെ താങ്ങിപ്പിടിച്ചെടുത്ത് വണക്കത്തോടുകൂടി ഡോലിയിൽ വെച്ച് വാതിലടച്ചു. ഡോലിക്കാരോട് വേഗത്തിൽ കൊണ്ടുപോകുവാൻ അടയാളം കാണിക്കുകയും ചെയ്തു. ഡോലിക്കാർ ഗോപുരത്തിലെത്തിയപ്പോഴേക്ക് രക്ഷയ്ക്ക് കുന്തളേശൻ്റെ ഭടന്മാർ 30 ആളുകളെ കൂടെ കൂട്ടി കഴിയുന്ന വേഗത്തിൽ കുന്തള രാജ്യത്തെ നോക്കി ഡോലിയും കൊണ്ട് പോകുകയും ചെയ്തു. ഇതിനിടയിൽ പശ്ചിമഗോപുരവും രാജധാനിക്കുള്ളിൽ ഭണ്ഡാരശാല മുതലായ പല പല മുഖ്യമായ സ്ഥലങ്ങളും കുന്തളേശൻ്റെ സൈന്യം കൈവശമാക്കി താമസിയാതെ രാജധാനി മുഴുവനും കുന്തളേശൻ കരസ്ഥമാക്കുമെന്ന് തീർച്ചയായി തുടങ്ങിയപ്പോഴേക്ക് കിഴക്ക് ഭാഗത്തുകൂടി വന്നിരുന്ന സൈന്യം മിക്കതും അഘോരനാഥൻ്റെയും വേടർക്കരജൻ്റെയും അത്ഭുതകരമായ പരാക്രമം കൊണ്ട് ഒടുങ്ങി. ആ സമയത്താണ് കൃതവീര്യനും സൈന്യവും പശ്ചിമഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്ന വിവരം ഒരുവൻ ഓടിച്ചെന്ന് അഘോരനാഥനെ അറിയിച്ചത്. ഇടിവെട്ടിയതുപോലെ അദ്ദേഹം ഒന്ന് നടുങ്ങി. അരവിനാഴിക നേരം ആ നിലയിൽ നിന്ന് തന്നെ ആലോചിച്ച് ഉടനെ മനസ്സുറച്ച് അശ്വാരൂഢന്മാരായ തിരഞ്ഞെടുത്ത 500 ഭടന്മാരോടുകൂടി കിഴക്കേ ഗോപുരത്തിൽ കൂടി കടന്ന് പശ്ചിമഗോപുരത്തിന് നേരിട്ട് പോകുകയും ചെയ്തു. 3 യവനന്മാർ. രാജധാനിയുടെ സമീപം യുദ്ധം ഇങ്ങനെ ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കെ അവിടെ നിന്ന് 4 നാഴിക വഴി വടക്ക് ഒരു വഴിയമ്പലത്തിന് സമീപം സാമാന്യത്തിലധികം വലിയ ഒരു അറബിക്കുതിരയുടെ പുറത്തു കയറി ഒരു യവനൻ നിൽക്കുന്നത് കാണായി. അയാളുടെ മുഖം അതിശൈത്യമുള്ള യവനരാജ്യങ്ങളിലെ പോലെ വെളുപ്പും മഞ്ഞയും കൂടി കലർന്ന് മനോഹരമായ ഒരു നിറമായിരുന്നു. മുഖമൊഴികെ ശരീരം മുഴുവനും കറുത്ത കുപ്പായവും കാലുറയും കൊണ്ട് നല്ലവണ്ണം മൂടിയിരുന്നു. തലേക്കെട്ടും കറുത്തത് തന്നെ. കറുത്ത് നീണ്ട് അതിനിബിഡമായ താടി, നീണ്ടു തടിച്ച വളരെ ബലമുള്ള ശരീരം, തീപ്പൊരികൾ പറക്കുന്ന എന്ന് തോന്നിക്കത്തക്കവണ്ണം ഉജ്ജ്വലത്തുകളായ നേത്രയുഗളങ്ങൾ. ഇങ്ങനെയാണ് ആ യവനൻ്റെ സ്വരൂപം. കുതിരയുടെ ജീനിയിന്മേൽ ഒരു വലിയ കുന്തം തിരികിയിട്ടുണ്ട്. അരയിൽ നിന്ന് അതിദീർഘമായ ഒരു വാൾ ഉറയോടുകൂടി തൂങ്ങുന്നുണ്ട്. കയ്യിൽ ഒരു വലിയ വെൺമഴുവുമുണ്ട്. എല്ലാം കൂടി കണ്ടാൽ ഒരു നല്ല യോദ്ധാവാണെന്ന് തോന്നും. ആ യവനയോദ്ധാവ് ഒരു കൈകൊണ്ട് തൻ്റെ നീണ്ട താടി ഒഴിഞ്ഞ് മറ്റേ കൈയിൽ ആ വലിയ വെൺമഴു എടുത്ത് ചുഴറ്റിക്കൊണ്ട് ഒരാൾക്ക് കാത്തു നിൽക്കുന്നതുപോലെ ഒരു ദിക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിന്നപ്പോഴേക്ക് ആ ദിക്കിൽ നിന്ന് വേറൊരു യവനയോദ്ധാവ് കുതിരപ്പുറത്ത് അതിവേഗത്തിൽ ഓടിച്ചു കൊണ്ടുവരുന്നത് കാണായി. അയാളുടെ മുഖവും വേഷവും മറ്റും മേൽ വിവരിച്ച മാതിരി തന്നെ. പക്ഷേ സകലവും ശുക്ലവർണ്ണമാണ്. താടിയും വെളുത്തത് തന്നെ. വെൺമഴുവില്ല. വാളാണ് ആയുധം. മറ്റു വ്യത്യാസം ഒന്നുമില്ല. ആ വെള്ളത്താടി വേഗത്തിൽ വന്ന് ബദ്ധപ്പാടോടുകൂടി ചിലത് കറുത്ത താടിയുടെ ചെവിയിൽ മന്ത്രിച്ചപ്പോൾ അയാൾ തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ചെറിയ കുഴലെടുത്ത് കൂകി വിളിക്കും പോലെ ഉച്ചത്തിൽ വിളിച്ച് കിഴക്കോട്ടേക്ക് നോക്കി നിന്നു. അരനിമിഷത്തിനുള്ളിൽ ആ ദിക്കിൽ നിന്ന് വേറെ ഒരു യവനയോദ്ധാവ് ഓടിച്ചു വന്നു. അയാളുടെ വേഷവും മേൽപ്പറഞ്ഞവരുടെ മാതിരി തന്നെയാണ്. പക്ഷേ വസ്ത്രങ്ങളൊക്കെയും രക്തവർണ്ണമായിരുന്നു. താടിയും അല്പം ചെമ്പിച്ച മാതിരി തന്നെ. കയ്യിൽ ഒരു വലിയ കുന്തം പിടിച്ചിരിക്കുന്നു. അരയിൽ നിന്ന് ഒരു വാൾ തൂക്കിയിട്ടുമുണ്ട്. 3 പേർക്ക് അല്പം ഒരു വിശേഷവിധി കൂടെയുണ്ട്. വെള്ളത്താടിക്ക് കറുത്തതും കറുത്ത താടിക്ക് ചുവന്നതും ചുവന്ന താടിക്ക് വെളുത്തതുമായ ഓരോ പട്ടുറുമാൽ പിൻഭാഗത്ത് നിന്ന് വിശദമായി കാണത്തക്കവണ്ണം മടക്കി ചുമലിൽ ഒരു ഭാഗത്തേക്കായിട്ട് കെട്ടിയിട്ടുമുണ്ടായിരുന്നു. 3 പേരും എത്തിക്കൂടിയ ഉടനെ വെള്ളത്താടി വന്ന് പശ്ചിമഭാഗത്തേക്ക് അയാളെ തന്നെ മുമ്പിലാക്കി അല്പം ഓടിച്ചപ്പോഴേക്ക് കലിംഗ മഹാരാജാവിനെ എടുത്തുകൊണ്ടുപോകുന്ന ഡോലിക്കാരും അവരുടെ കൂടെ രക്ഷയ്ക്ക് പോന്നിട്ടുള്ള ഒരു കൂട്ടം ഭടന്മാരും ദൂരെ ഒരു വഴിക്ക് പോകുന്നത് കണ്ടു. അവർ യവനന്മാരെ കണ്ടില്ല. യവനന്മാർ അവരുടെ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ ഒട്ടുമനങ്ങാതെ അല്പം നേരം നിന്നു. അപ്പോഴേക്ക് ഡോലിക്കാരും പകുതി ഭടന്മാരും 2 കുന്നുകളുടെ നടുവിൽ കൂടിയുള്ള ഒരു ഇടുക്ക് വഴിയിലൂടെ അങ്ങേ ഭാഗത്തേക്ക് കടന്നത് കണ്ട് യവനന്മാർ തക്കമറിഞ്ഞ് ഓടിയെത്തി. കറുത്ത താടി മുൻപിൽ കടന്ന് തൻ്റെ വലിയ വെൺമഴ ഊങ്ങിക്കൊണ്ട് ആ കുടുങ്ങിയ സ്ഥലത്തിൻ്റെ മീതെ ചെന്ന് നിന്ന്
അവിടെ വെക്കുവൻ കള്ളന്മാരെ. നിങ്ങൾ ആരാണെന്ന പരമാർത്ഥം ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് കരുതിക്കൊള്ളുവിൻ എന്ന് അതിനിഷ്ഠുരതരം പറഞ്ഞപ്പോൾ ഡോലിക്കാർ ഉടനെ ഡോലി താഴെ വെച്ചു. ഭടന്മാർ ഓടിപ്പോകുന്നതിനെ തടുക്കുവാൻ വേണ്ടി ചുവന്ന താടിയും വെള്ളത്താടിയും അതിനിടയിൽ ആ കുടുങ്ങിയ വഴിയുടെ മുമ്പിലും പിന്നിലുമായി നിന്ന് വഴിയടച്ചു. ഇങ്ങനെ പെട്ടെന്ന് തങ്ങളെ കാലതുല്യന്മാരായ ആ യവനന്മാർ കടുഭാഷണം കൊണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭടന്മാർ നാലുപുറത്തും നോക്കി തങ്ങളുടെ അപകടത്തെ മനസ്സിലാക്കി നിർവാഹമില്ലെന്ന് നിശ്ചയിച്ച് പരമാർത്ഥമൊക്കെയും പറഞ്ഞു. നല്ലത്, നിങ്ങൾ പരമാർത്ഥം പറഞ്ഞത് നന്നായി. നിങ്ങൾക്ക് പ്രാണനെ കൊതിയുണ്ടെങ്കിൽ ഡോലിയെടുത്തവരൊഴികെ ശേഷമുള്ളവർ ഒരുത്തനെങ്കിലും പിന്നോക്കം തിരിയാതെ ഇപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കെ തന്നെ കുന്തള രാജ്യത്തേക്ക് പോകണം. താമസിച്ചാൽ മരണം നിശ്ചയം. ഡോലിക്കാരെ ഞങ്ങൾ വേണ്ട പോലെ രക്ഷിക്കും എന്ന് കറുത്ത താടി പിന്നെയും പറഞ്ഞു. ഭടന്മാർ യവനന്മാരുടെ അധികമായ പൗരുഷം കണ്ട് ഭയപ്പെട്ട് അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച് അപ്പോൾ തന്നെ കുന്തള രാജ്യത്തേക്ക് പോകുകയും ചെയ്തു. യവനന്മാർ ഭടന്മാരെ കാണാതാകുന്നതുവരെ നോക്കിക്കൊണ്ടു നിന്ന ശേഷം രാജാവിനെ എടുപ്പിച്ചുകൊണ്ട് വേറെ ഒരു വഴിയായി പോയി തരക്കേടൊന്നും കൂടാതെ ഒരു ദിക്കിലെത്തി രാജാവാണെന്ന് പറഞ്ഞ് അവിടെ ചിലരെ ഏൽപ്പിച്ച് അല്പം ഭക്ഷണം കഴിച്ച് ഉടനെ യുദ്ധം നടക്കുന്നിടത്തേക്ക് ഓടിക്കുകയും ചെയ്തു. കാരാഗൃഹം. ഇതൊക്കെയും 4-5 നാഴികയ്ക്കുള്ളിലാണ് യവനന്മാർ സാധിച്ചത്. അവർ രാജധാനിയുടെ സമീപം എത്തിയപ്പോൾ ഉള്ളിൽ നിന്ന് അതിഘോരമായി സമരം നടക്കുന്നതിൻ്റെ കോലാഹലം കേൾക്കുമാറായി. യവനന്മാർക്ക് ക്ഷമയില്ലാതായി. അവരുടെ പടക്കുതിരകളും അവരെപ്പോലെ തന്നെ യുദ്ധത്തിൻ്റെ നടുവിലേക്ക് എത്തുവാൻ താൽപ്പര്യത്തോടുകൂടി ആരവം മുഴക്കി മുന്നോട്ട് കുതിച്ചു തുടങ്ങി. പശ്ചിമഗോപുരത്തിൻ്റെ സമീപമാണ് അവർ ഒന്നാമത് ചെന്നത്. അതിൻ്റെ മൂർധാവിൽ കുന്തളേശൻ്റെ കൊടി പാറുന്നത് കണ്ട് അതിലൂടെ കടപ്പാൻ എളുതല്ലെന്ന് തീർച്ചയാക്കി ദക്ഷിണഗോപുരത്തിൻ്റെ നേരെ ചെന്നു. അവിടെ കലിംഗരാജാവിൻ്റെ കൊടി കണ്ടപ്പോൾ അതിലൂടെ കടപ്പാൻ തുടങ്ങി. അവിടെ നിന്നിരുന്ന ഭടന്മാർ വിരോധം ഭാവിച്ചപ്പോൾ കറുത്ത താടി, നിങ്ങൾ ഞങ്ങളെ തടുക്കേണ്ട, ഞങ്ങൾ കലിംഗരാജാവിൻ്റെ ബന്ധുക്കളാണ്, സത്യം എന്നുച്ചത്തിൽ പറഞ്ഞു. ഭടന്മാർ യവനന്മാർ പറഞ്ഞത് വിശ്വസിക്കയാലോ ഭയങ്കരന്മാരായ അവരോട് നേരിടുവാൻ ധൈര്യം പോരായകയാലോ അവരെ ഒട്ടും തടുത്തില്ല. എന്നു തന്നെയല്ല, യുദ്ധമധ്യത്തെങ്കിലേക്ക് ചെല്ലുന്ന ആ യവനന്മാരുടെ പിന്നാലെ തന്നെ അവരുടെ സഹായത്തിനായിട്ട് വളരെ ഭടന്മാരും കൂടെ പോകുകയും ചെയ്തു. അഘോരനാഥനും സൈന്യവും കിഴക്ക് ഭാഗത്തു നിന്ന് പൊരുതുന്നു. കുന്തളേശനും തൻ്റെ അനവധി ഭടന്മാരും പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് വളരെ പരാക്രമത്തോടുകൂടി പൊരുതുന്നു. കുന്തളേശനും അഘോരനാഥനും തമ്മിൽ നേരിടുക മാത്രം കഴിഞ്ഞിട്ടില്ല. അഘോരനാഥൻ്റെ ചെറിയ സൈന്യം വേഗത്തിൽ അധികം ചെറുതാകുന്നു. കുന്തളൻ്റെ സൈന്യത്തിന് മദം വർദ്ധിക്കുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് യവനന്മാർ പോർക്കളത്തിലെത്തിയത്. അവരെ കണ്ടപ്പോൾ കുന്തളേശൻ്റെ സൈന്യം സന്തോഷിച്ചു. അഘോരനാഥൻ്റെ സൈന്യങ്ങൾ ഭയപ്പെടുകയും ചെയ്തു. ആ വസ്തുത കറുത്ത താടി അറിഞ്ഞ ഉടനെ തൻ്റെ ചുമലിൽ കെട്ടിയിരുന്ന ഉറുമാലഴിച്ച് മേൽപോട്ട് വലിച്ചെറിഞ്ഞു. അത് കണ്ടപ്പോൾ അഘോരനാഥൻ, അവർ നമ്മുടെ രക്ഷിതാക്കന്മാർ, ഒട്ടും ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. തൻ്റെ വിഹ്വലമാനസന്മാരായ സേനാനായകരെയും ഭയപരവശന്മാരായ സൈന്യങ്ങളെയും ധൈര്യപ്പെടുത്തി. പിന്നെ യവനന്മാർ ഒട്ടും നേരം കളയാതെ അവരുടെ ആയുധങ്ങളെ പ്രയോഗിക്കുവാൻ തുടങ്ങി. കറുത്ത താടിയുടെ സമീപത്തേക്ക് കുന്തളേശൻ്റെ ഭടന്മാർ സ്മരിക്കുന്നതേയില്ല. അയാൾ ഒരു സംഹാരരുദ്രനെപ്പോലെ ശത്രുക്കളെ അതിവേഗത്തിൽ കൊന്നൊടുക്കുന്നു. വലത്തേക്കാൽ അങ്കവടിയിൽ ഊന്നി വലത്തോട്ട് ചെരിഞ്ഞ് തൻ്റെ വലിയ വെൺമഴുകൊണ്ട് ഊക്കൊക്കെയുമായിട്ട് വെട്ടുമ്പോൾ അതിൽ തകർന്നു പോകാതെ ഒന്നും തന്നെയില്ല. ആ കൊത്തുകൊണ്ട് മറിയുന്ന ഭടന്മാരും കുതിരകളും അനവധി. അങ്ങനെ നിസ്തുല്യനായ ആ യവനൻ ജൃംഭിച്ചടുക്കുന്നിടത്തേക്ക് നിന്ന് ശത്രുക്കൾ ഒഴിഞ്ഞു തുടങ്ങി. കുന്തളേശന് വളരെ വിസ്മയവും വിസ്മയത്തേക്കാൾ അധികം ഭയവുമുണ്ടായി. ഇവരാര്? മഗധേശ്വരൻ്റെ കൂറുകാരാവാൻ വഴിയില്ല. എന്നാൽ എൻ്റെ പ്രതികൂലികളാവുന്നതല്ലായിരുന്നു. അഘോരനാഥൻ്റെ മുൻകാഴ്ച കൊണ്ട് എവിടുന്നോ വരുത്തിയവരാണ്. ഏതെങ്കിലും എന്നാൽ കഴിയുന്നത് ചെയ്യണം എന്നിങ്ങനെ അദ്ദേഹം കുറച്ചുനേരം വിചാരിച്ച് രണ്ടാമതും വർദ്ധിച്ചിരിക്കുന്ന പരാക്രമത്തോടുകൂടി പൊരുതുവാൻ തുടങ്ങി. കുന്തളേശൻ്റെ പരാക്രമവും അല്പമല്ല.
ശരീരവും മുഖവും മുഴുവൻ ഇരുമ്പുചട്ട കൊണ്ട് മൂടിയിരുന്നതിനാൽ ശത്രുക്കളുടെ വെട്ടും കുത്തും അദ്ദേഹത്തിന് അല്പം പോലും തട്ടുന്നില്ല. എന്നു തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ പിടിച്ചിരുന്ന ഒരു ചെറിയ ഇരുമ്പ് പരിച കൊണ്ട് വെട്ടുകൾ അതിവിദഗ്ധതയോടുകൂടി തടുക്കുന്നതും കണ്ടു. തനിക്ക് അപായം വരുവാൻ ഒട്ടും വഴിയില്ലാതാകയാൽ ശത്രുസൈന്യത്തോട് അണഞ്ഞു പൊരുതി. അനവധി ഭടന്മാരെ തെരുതെരെ തൻ്റെ വാളിനൂണാക്കുന്നു. അങ്ങനെ രണ്ടു ഭാഗത്തും ഭടന്മാർ മരണം കൊണ്ടും മുറി കൊണ്ടും വീണ് വീണ് ഒഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് ഉത്തരഗോപുരത്തിൽ നിന്ന് ഒരു കോലാഹലം കേൾക്കുമാറായി. ആയത് കുന്തളേശൻ്റെ സഹായത്തിന് അദ്ദേഹത്തിൻ്റെ സംശപ്തക സൈന്യം വരികയായിരുന്നു. അവർ 300 അശ്വാരൂഢന്മാരായ ഭടന്മാർ, ആയുധവിദ്യയിൽ നിപുണന്മാർ, സമരോത്സവത്തിൽ അതികുതുകികൾ, ജീവഹാനി വരുത്തുവാൻ ലേശം പോലും മടിക്കാത്തവർ, ജയത്തോടുകൂടിയല്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിയാത്തവർ, നീർക്കുമിള പോലെ അനിത്യമായ മാനത്തെ അസിധാരായിങ്കിൽ നിന്ന് പൊത്തിപ്പിടിക്കുന്നവർ. അങ്ങനെയിരിക്കുന്ന ആ ചെറിയ സൈന്യം എത്തിയപ്പോഴേക്ക് കുന്തളേശൻ്റെ ശേഷിച്ചിരുന്ന സൈന്യം സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു. അവരുടെ സമാരംഭം എങ്ങനെയെന്നറിയുവാൻ വേണ്ടി അവർ എത്തിയ ഉടനെ യവനന്മാർ 3 പേരും ഒന്നായിക്കൂടി അന്യോന്യം രഹസ്യമായി ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആ സംശപ്തകന്മാർ ക്ഷാമം പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളെപ്പോലെ ഒട്ടും തന്നെ ക്ഷമ കൂടാതെ വൈരീനിഗ്രഹണത്തിന് മുതിർന്നു. അവരുടെ ശൂരതയും അടക്കമില്ലായ്മയും ആയുധം ഉപയോഗിക്കുന്നതിലുള്ള പടുത്വവും കണ്ട് യവനന്മാർ അല്പനേരം എന്തു ചെയ്യേണ്ടു എന്ന് തീർച്ചയാക്കാതെ പിൻവാങ്ങി സ്വസ്ഥന്മാരായി നിന്നു. യവനന്മാർ എത്തിയ ഉടനെ കുന്തളേശൻ്റെ ജയത്തെക്കുറിച്ച് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നതൊക്കെയും തീർന്നു. കലിംഗാധീശൻ്റെ പരാജയം കൊണ്ടല്ലാതെ അന്ന് സൂര്യൻ അസ്തമിക്കയില്ലെന്ന് മിക്കതും ജനങ്ങൾ തീർച്ചയാക്കി. അഘോരനാഥൻ്റെ സൈന്യം നിരാശപ്പെടുവാനും തുടങ്ങി. അങ്ങനെയിരിക്കെ ചുവന്ന താടിയെ മുമ്പിലാക്കി അല്പം വഴിയെ ഇടത്തും വലത്തും മറ്റു 2 യവനന്മാരും നിന്ന് സംശപ്തകന്മാരോട് 3 പേരും കൂടി ഒന്നായി നേരിട്ടു. അപ്പോൾ ത്രികോണ വടിവിൽ നിന്ന് ഏകോപിച്ചു പൊരുതുന്ന ആ യവനന്മാരോട് ജയിക്കുവാനോ അവരെ മുറിയേൽപ്പിക്കുവാനോ സംശപ്തകന്മാർക്ക് തരമില്ലാതായി. ചുവന്ന താടിയുടെ കുന്തം കുതിരയുടെ കഴുത്തിൽ തറയ്ക്കുമ്പോഴേക്ക് പുറത്തിരിക്കുന്നവന് ഒരു ഭാഗത്ത് നിന്ന് കറുത്ത താടിയുടെ വെൺമഴുകൊണ്ടോ മറ്റേ ഭാഗത്ത് നിന്ന് വെള്ളത്താടിയുടെ വാളുകൊണ്ടോ വെട്ടുകിട്ടി താഴത്ത് വീഴുകയും ചെയ്യും. അങ്ങനെ സംശപ്തക സൈന്യവും യവനന്മാരും തമ്മിൽ രൂക്ഷതരമാകും വണ്ണം വാശി പിടിച്ച് പൊരുതുമ്പോഴേക്ക് കിഴക്കേ ഗോപുരത്തിൽ കൂടി യുവരാജാവും വേടർക്കരജനും കുന്തളേശൻ്റെ ആദ്യം വന്ന സൈന്യത്തെ മുഴുവനും നശിപ്പിച്ച് തങ്ങളുടെ ശേഷിച്ച ഭടന്മാരെയും കൊണ്ട് എത്തിയതിനാൽ അഘോരനാഥൻ്റെ സൈന്യം കാർമേഘത്തെ കണ്ട ചാതകങ്ങളെപ്പോലെ വളരെ സന്തോഷിച്ച് ആർത്തു വിളിച്ചു. അഘോരനാഥൻ ഉടനെ യുവരാജാവിൻ്റെയും വേടർക്കരജൻ്റെയും അടുക്കൽ ചെന്ന്, ആ കാണുന്ന യവനന്മാർ നമ്മെ രക്ഷിക്കുവാൻ വന്നവരാണ്, അവരുടെ പരാക്രമം നോയ്ക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞ് സംശപ്തക സൈന്യത്തെ വേഗത്തിൽ മുടിക്കുവാൻ വേണ്ടി താനും യവനന്മാരുടെ സഹായത്തിന് ചെന്നു. അപ്പോൾ വെള്ളത്താടി തൻ്റെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് അവിടെ നിന്നുകൊള്ളുവാൻ അഘോരനാഥനോട് ആംഗ്യം കാണിച്ച് പടയുടെ പിൻഭാഗത്തേക്ക് പോയി വെള്ളം കുടിച്ച് അല്പം ക്ഷീണം തീർത്ത ശേഷം സംശപ്തക സൈന്യത്തിൻ്റെ നടുവിൽ നിന്ന് പൊരുതുന്ന കുന്തളേശനോട് തന്നെ നേരിട്ടു. വളരെ സാമർഥ്യത്തോടുകൂടി 2-3 പ്രാവശ്യം കുന്തളേശൻ്റെ നേരിട്ട് ഉടനെ കുതിരയെ ചാടിക്കുകയാൽ കുന്തളേശനെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്ന് വേർതിരിച്ച് ഒറ്റപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോഴേക്കാണ് കുന്തളേശൻ തൻ്റെ അപകടമായ സ്ഥിതിയെ അറിഞ്ഞത്. ഉടനെ യുവരാജാവും വേടർക്കരജനും വെള്ളത്താടിയുടെ സഹായത്തിനെത്തി കുന്തളേശനെ വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വരുവാൻ ശ്രമിച്ച ഭടന്മാരെ നിരോധിച്ചു. ഇങ്ങനെ ശത്രുക്കളുടെ ഇടയിലായി എങ്കിലും കുന്തളേശൻ ഒട്ടും പരിഭ്രമം കൂടാതെ വെള്ളത്താടിയെ ചെറുക്കുന്നതിനിടയിൽ അടുത്തു നിന്നിരുന്ന യുവരാജാവിൻ്റെ കുതിരയെ വെട്ടിവീഴ്ത്തി. ഉടനെ അരജൻ തൻ്റെ കുതിരയെ യുവരാജാവിന് കൊടുത്ത് വേറൊരു കുതിരപ്പുറത്ത് കയറി വെള്ളത്താടി രാജകുമാരന് തരക്കേടൊന്നും വന്നില്ലല്ലോ എന്ന് നോക്കുമ്പോഴേക്ക് കുന്തളേശൻ ആ തക്കം പാർത്ത് പിൻവാങ്ങി തൻ്റെ സൈന്യത്തോട് രണ്ടാമതും ചേർന്നു. ആ സൈന്യമോ കറുത്ത താടിയുടെയും ചുവന്ന താടിയുടെയും അഘോരനാഥൻ്റെയും അതിസാഹസമായ പ്രയത്നം കൊണ്ട് കുറച്ചു നേരത്തിനുള്ളിൽ ശിഥിലമായി തുടങ്ങി. സംശപ്തകന്മാരുടെ പരാക്രമം കൊണ്ട് ചുവന്ന താടി 3 പ്രാവശ്യം കുതിരയെ മാറ്റേണ്ടി വന്നു. ശൂരന്മാരായ അവർ കൂട്ടം കൂട്ടമായി യവനന്മാരോട് തെറ്റിച്ചെന്ന് അഗ്നിയിൽ ശലഭങ്ങൾ എന്ന പോലെ ഒന്നൊഴിയാതെ എല്ലാവരും പൊരുതി മരിച്ചു.
പിന്നെ കുന്തളേശനും വിശ്വസ്തന്മാരായി ചില അമാത്യന്മാരും 200 ചിൽവാനം ഭടന്മാരും മാത്രം ശേഷിച്ചു. അങ്ങനെയിരിക്കെ കറുത്ത താടി കുറച്ചൊന്ന് പിൻവാങ്ങി അഘോരനാഥനോട് അല്പം ഒന്ന് ചെകിട്ടിൽ മന്ത്രിച്ചു. അപ്പോൾ തന്നെ അഘോരനാഥൻ കാഹളം വിളിപ്പിച്ച് പട നിൽക്കട്ടെ എന്ന് പോർക്കളത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആയുധങ്ങളുടെ ഝണഝണ ശബ്ദം നിന്നപ്പോൾ കുന്തളരാജാവിൻ്റെ സൈന്യത്തിൽ കീഴടങ്ങുവാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കുന്നില്ല എന്ന് രണ്ടാമതും ഉച്ചത്തിൽ പറഞ്ഞതിന്, ഞങ്ങളുടെ സ്വാമി കീഴടങ്ങാത്ത പക്ഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് മരിക്കുവാനും കൂടി തയ്യാറായവരാണ് എന്ന് സജീവന്മാരിൽ പ്രധാനിയായ ഒരാൾ ഉത്തരം പറഞ്ഞു. കുന്തളേശൻ അത് കേട്ടു എങ്കിലും കീഴടങ്ങുവാൻ വിചാരിക്കാതെ വെള്ളത്താടിയുമായി രണ്ടാമതും പോരാടുവാൻ തുടങ്ങിയപ്പോഴേക്ക് കറുത്ത താടി അവിടേക്കെത്തി. ഒരു അന്തകനെപ്പോലെ കറുത്ത താടി തൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ കുന്തളേശനുണ്ടായ നിരാശയും ഭയവും വ്യസനവും പറയുന്നതിനേക്കാൾ വിചാരിച്ച് അറിയുകയാണ് എളുപ്പം. കറുത്ത താടി കുന്തളേശനോട് നേരിട്ട് വെള്ളത്താടിയെ പിന്നിലാക്കിയപ്പോൾ കുന്തളേശൻ്റെ സഹായത്തിന് എത്തുവാൻ ശ്രമിച്ച ചില കൂറുള്ള അമാത്യന്മാരെ അഘോരനാഥനും വെള്ളത്താടിയും കൂടി തടുത്തു നിർത്തുകയും ചെയ്തു. കറുത്ത താടി, കീഴടങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കുറേ കാലം കൂടി ജീവിച്ചിരിക്കാം. ഇല്ലെങ്കിൽ നമ്മിൽ ഒരാളുടെ ആയുസ്സെങ്കിലും ഇപ്പോൾ അവസാനിക്കേണ്ടി വരുമെന്ന് തീർച്ച തന്നെ. കൃതവീര്യൻ, അവമാനത്തോടുകൂടി ഇരിക്കുന്നതിനേക്കാൾ ധീരതയോടുകൂടി പ്രാണത്യാഗം ചെയ്യുകയാണ് നല്ലത്. കറുത്ത താടി, ധൈര്യശാലികളും സ്വാമീഭക്തിയുള്ളവരുമായവരും കാണുന്ന ആളുകളുടെയും ഇവിടുത്തെയും വിലയേറിയ ജീവനെ അനാവശ്യമായി ദുരഭിമാനം വിചാരിച്ച് അപമൃത്യുവാൽ നശിപ്പിക്കുന്നതിനേക്കാൾ അധികമായ അവമാനം എന്തുണ്ട്? അങ്ങുന്നോ ഇത്ര നിർഘൃണനാകേണ്ടത്? കുന്തളേശൻ തൻ്റെ പ്രതിയോഗിയുടെ യുക്തിയുക്തമായ ആ വാക്ക് കേട്ട് അല്പനേരം ആലോചിച്ച ശേഷം വളരെ പണിപ്പെട്ട് കീഴടങ്ങാമെന്ന് സമ്മതിച്ചു. കറുത്ത താടി എന്നാൽ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആയുധം താഴെ വെക്കണം എന്ന് പറഞ്ഞു. അഘോരനാഥനെ വിളിച്ച് ആ വിവരം അറിയിച്ചു. അഘോരനാഥൻ യുദ്ധം നിൽക്കട്ടെ എന്ന് രണ്ടാമതും ഉച്ചത്തിൽ പറഞ്ഞു. കുന്തളേശൻ അത്യന്തം വ്രീളാപരവശനായി തൻ്റെ ഏറ്റവും വാടിയ മുഖം താഴ്ത്തിക്കൊണ്ട് കുതിരപ്പുറത്തു നിന്നിറങ്ങി ആയുധം വെച്ചു. ആ നിലയിൽ തന്നെ ഒരു ചിത്രത്തിൽ എഴുതിയ പോലെ നിശ്ചേഷ്ടനായി നിന്നു. കഷ്ടം. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെയും ഏറ്റവും ഖിന്നന്മാരായി തങ്ങളുടെ ആയുധങ്ങളും താഴെ വെച്ചു. അഘോരനാഥൻ പ്രധാനമന്ത്രിയുടെ നിലയിൽ അവരുടെ മുമ്പാകെ ചെന്ന് നിന്ന്, കൃതവീര്യനെന്ന നാമധേയമായ കുന്തളരാജാവും അദ്ദേഹത്തിൻ്റെ ഈ കാണാകുന്ന ആൾക്കാരും ശ്രീ പ്രതാപചന്ദ്ര കലിംഗ മഹാരാജാവ് അവർകളോട് പടവെട്ടി തോറ്റു കീഴടങ്ങുകയും മേൽപ്പറഞ്ഞ ആ കുന്തളരാജാവിനെയും ആൾക്കാരെയും ഇന്നു മുതൽ രണ്ടാമത് കൽപ്പനയുണ്ടാകുന്നതുവരെ ദുന്ദുഭി ദുർഗത്തിൽ തടവുകാരാക്കി പാർപ്പിക്കുവാൻ മഹാരാജാവ് അവർകൾ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കലിംഗ മഹാരാജാവ് അവർകളുടെ പ്രജകളായ മഹാജനങ്ങൾ ഇതിനാൽ അറിയുമാറാകുക എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് പടകമടുപ്പിച്ചു. പിന്നെ വിനയത്തോടുകൂടി കുന്തളേശൻ്റെ അരികത്ത് ചെന്ന്, മുറപ്രകാരം ഇങ്ങനെ പറയേണ്ടതാകയാൽ പറഞ്ഞതാണ്, ഇതിൽ കയറി എഴുന്നള്ളാം എന്ന് പറഞ്ഞ് വിശേഷമായ ഒരു പൊൻപല്ലക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വെപ്പിച്ചു. കുന്തളേശൻ വാഹനം ആവശ്യമില്ലെന്ന് പറഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കും പോലെ അഘോരനാഥൻ്റെ മുഖത്തേക്ക് നോക്കി. ആയുധപാണികളായ ഭടന്മാർ 2 വരികളായി നിൽക്കുന്നതിൻ്റെ നടുവിൽ ഒരു സേനാപതി കുന്തളേശനെ കൊണ്ടുപോകുവാൻ ഒരുങ്ങി നിൽക്കുന്നതിനെ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം തല പൊങ്ങിച്ചു നോക്കാതെ അയാളുടെ പിന്നാലെ നടന്നു പോയി തുടങ്ങി. വാഹനത്തിൽ കയറാമെന്ന് 2 പ്രാവശ്യം അഘോരനാഥൻ പറഞ്ഞു. കുന്തളേശൻ വേണ്ട എന്ന കൈകൊണ്ട് വിലക്കി. പിന്നെ അഘോരനാഥൻ അനുയാത്രയായി കുറേ വഴി ഒരുമിച്ചു പോയി ഏറ്റവും വണക്കത്തോടുകൂടി വിടവാങ്ങിപ്പോരുകയും ചെയ്തു. യുവരാജാവും വേടർ കരജനും യവനന്മാരോട് വളരെ ആദരവോടുകൂടി ഓരോ വൃത്താന്തങ്ങൾ ചോദിച്ചറിയുമ്പോഴേക്ക് അഘോരനാഥൻ കുന്തളേശനെ ദുന്ദുഭിയിലേക്ക് അയച്ച് മടങ്ങിയെത്തി രാജധാനിയെ രക്ഷിക്കുവാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ഒക്കെയും ചെയ്ത് സ്ഥലങ്ങൾ ഒക്കെയും വെടുപ്പ് വരുത്തി പൂർവ്വസ്ഥിതിയിലാക്കുവാനും യുദ്ധത്തിൽ മുറിയേറ്റവർക്ക് വേണ്ടുന്ന ചികിത്സകൾ ചെയ്യുവാനും കുന്തളേശനെ വളരെ വണക്കത്തോടുകൂടിയും പദവിയായിട്ടും ദുന്ദുഭിയിൽ താമസിപ്പിക്കുവാനും മറ്റും കീഴുദ്യോഗസ്ഥന്മാർക്ക് പല പല കൽപ്പനകൾ താരതമ്യം പോലെ കൊടുത്ത് സകലവും അവരെയും സേനാപതിമാരെയും ഭാരമേൽപ്പിച്ച്
യവനന്മാരും യുവരാജാവും നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ചുവന്ന താടിക്കും വേടർക്കരജനും 1-2 ചെറിയ മുറികൾ ഏറ്റിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം അത് വെച്ച് കെട്ടിച്ച ശേഷം അസ്തമനത്തിന് 4-5 നാഴികയുള്ളപ്പോൾ അവരെല്ലാവരും കൂടി ചന്ദനോദ്യാനത്തിലേക്ക് പോകുകയും ചെയ്തു. അധ്യായം 17. അഭിജ്ഞാനം. യുവരാജാവും യവനന്മാരും അഘോരനാഥനും വേടർക്കരജനും കൂടി ചന്ദനോദ്യാനത്തിലേക്കെത്തിയപ്പോൾ അവിടെ വൃദ്ധനായ കലിംഗ മഹാരാജാവും സ്വർണമയീ ദേവിയും ഉണ്ടായിരുന്നു. യവനന്മാർ രാവിലെ കലിംഗരാജാവിനെ ചന്ദനോദ്യാനത്തിലാണ് കൊണ്ടുചെന്നത്. അവിടുത്തെ പരിചാരകന്മാർ രാജാവിനെ കണ്ടറിഞ്ഞപ്പോൾ അവർക്ക് വളരെ അത്ഭുതവും സന്തോഷവുമുണ്ടായി. സ്വർണമയീ ദേവി യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പായിട്ട് തന്നെ ചന്ദനോദ്യാനത്തിൽ വാസം തുടങ്ങിയിരുന്നു. പട ജയമായി കലാശിച്ചു, യുവരാജാവിന് തരക്കേടൊന്നും വന്നിട്ടില്ല എന്ന വിവരം ഒരു ഭൃത്യൻ ഓടിവന്ന് സുവർണമയിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഭർത്താവിൻ്റെയും ഇളയച്ചൻ്റെയും വരവ് കാത്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അവർ 2 ആളുകളും 2 യവനന്മാരെയും വേടർക്കരജനെയും കൂട്ടിക്കൊണ്ട് വന്നു തുടങ്ങി. ചുവന്ന താടിയെ ചന്ദനോദ്യാനത്തിൽ എത്തിയപ്പോഴേക്ക് കാണുവാനില്ലാതായി. എവിടെയെന്ന് യുവരാജാവ് ചോദിച്ചപ്പോൾ താമസിയാതെ വരുമെന്ന് വെള്ളത്താടി ഉത്തരം പറഞ്ഞു. ഉദ്യാനത്തിൽ എത്തിയ ഉടനെ മാളികയുടെ മുകളിൽ വലിയ ഒഴിഞ്ഞ അകത്ത് എല്ലാവരും കൂടി ഒരു വട്ടമേശയുടെ ചുറ്റുമിരുന്ന് ചില ഭോജ്യപായാദികളെക്കൊണ്ട് ക്ഷീണം തീർത്തുകൊണ്ടിരിക്കെ യവനന്മാർ ചെയ്ത ഉപകാരത്തെപ്പറ്റി അഘോരനാഥൻ ശ്ലാഘിച്ച് പറയുന്നതിനിടയിൽ വലിയ രാജാവിനെ മോചിച്ചു കൊണ്ടുവന്ന വിവരവും പറഞ്ഞു. അപ്പോൾ യുവരാജാവിനുണ്ടായ വിസ്മയവും സന്തോഷവും ഇത്ര എന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം തൻ്റെ സന്തോഷത്തെയും കൃതജ്ഞതയെയും കുറിച്ച് യവനന്മാരോട് പറഞ്ഞു. അതിൻ്റെ ശേഷം അഘോരനാഥൻ കറുത്ത താടിയുടെ ചെവിയിൽ അല്പമൊന്ന് മന്ത്രിച്ച് അയാളെ മറ്റേ ഒരു അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വെള്ളത്താടിയും മനസ്സിന് സ്വസ്ഥതയില്ലാത്തതുപോലെ താഴേക്കിറങ്ങി പടിക്കൽ പോയി നിൽക്കുമ്പോൾ 2 ഡോലികൾ ഉദ്യാനത്തിലേക്ക് വരുന്നത് കണ്ടു. അതിൻ്റെ പിന്നിൽ ചുവന്ന താടിയുമുണ്ടായിരുന്നു. ഡോലികൾ അകത്തേക്ക് കടത്തി അതിൽ നിന്ന് 4 ആളുകൾ പുറത്തേക്കിറങ്ങി ഭവനത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ഒരു കോണിയിന്മേൽ കൂടി മുകളിലേക്ക് പോകുകയും ചെയ്തു. യുവരാജാവ് അതിനിടയിൽ അച്ഛന് തരക്കേടൊന്നുമില്ലല്ലോ എന്നറിവാനും അരജനെ അച്ഛൻ്റെ മുമ്പാകെ കൊണ്ടുപോയി അയാൾ തനിക്ക് ചെയ്ത ഉപകാരത്തെക്കുറിച്ച് അച്ഛനോട് പറയുവാനും വേണ്ടി വലിയ രാജാവിൻ്റെ സമീപത്തേക്ക് പോയി. സ്വർണമയി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭർത്താവ് വരുന്നത് കണ്ടപ്പോൾ അവൾ വേഗത്തിൽ ഓടിച്ചെന്ന് യുദ്ധത്തിൽ ആപത്തുകളൊന്നും സംഭവിക്കാതെ ജയിച്ചു പോന്നതിനെക്കുറിച്ച് 2 പേരും തമ്മിൽ പറഞ്ഞ് സന്തോഷിച്ചു. അരജൻ രാജ്ഞിയെയും വലിയ രാജാവിനെയും താണുതൊഴുതു. രാജാവ് അരജനോടും പ്രതാപചന്ദ്രനോടും യുദ്ധത്തെക്കുറിച്ച് ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചപ്പോൾ അവർ 2 പേരും ഒരുപോലെ യവനന്മാരെക്കുറിച്ച് വളരെ പ്രശംസിച്ചു പറഞ്ഞു. പ്രതാപചന്ദ്രൻ: ആ യവനന്മാർ തന്നെയാണ് കുന്തളൻ ഇന്ന് അച്ഛനെ ഞങ്ങൾ ആരും അറിയാതെ കൊണ്ടുപോകുമ്പോൾ തടുത്തു നിർത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവർ നമുക്ക് ചെയ്ത സഹായത്തിന് നാം ഒരിക്കലും തക്കതായ ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ കഴിയുന്നതല്ല. അവർ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുലമഹിമയൊക്കെയും ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി മേലാൽ ഉദിക്കാത്ത വണ്ണം അസ്തമിക്കുമായിരുന്നു. രാജാവ്: ആർത്തത്രാണപരായണത്തിനായിരിക്കുന്ന ഈശ്വരൻ തന്നെ അശരണന്മാരായ നമ്മുടെ സഹായത്തിന് അവരെ അയച്ചു തന്നിരിക്കുകയാണ്. ഇത്ര യോഗ്യന്മാരായ അവരെ എനിക്ക് വേഗത്തിൽ കാണണം. അവർ എവിടെയാണ്? പ്രതാപചന്ദ്രൻ: അവർ ഈ മന്ദിരത്തിൽ തന്നെയുണ്ട്. അഘോരനാഥനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ യവനന്മാരെ എവിടുന്നോ സഹായത്തിന് ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. രാജാവ് അവരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് അരുളി ചെയ്ത ഉടനെ അവരെ വിളിച്ചുകൊണ്ടുവരുവാൻ ആൾ പോയി. അല്പം നേരം ഇരുന്നപ്പോഴേക്ക് അഘോരനാഥൻ രാജാവിൻ്റെ മുമ്പാകെ വന്നു കൂപ്പി, ഇവിടുത്തെ ഭാഗ്യാതിരേകം കൊണ്ട് ഈ വിധമൊക്കെയും കലാശിച്ചു എന്ന് പറഞ്ഞു. രാജാവ്: സംശയമില്ല, എൻ്റെ ഭാഗ്യം തന്നെയാണ് എനിക്ക് ഇത്ര യോഗ്യനായ ഒരു മന്ത്രിയുണ്ടാവാൻ സംഗതി വന്നത് എന്ന് പറഞ്ഞു. അഘോരനാഥൻ: വിസ്മയത്തോടുകൂടി എന്നെക്കുറിച്ചാണ് ഇവിടുന്ന് അരുളി ചെയ്യുന്നത് എങ്കിൽ എന്നെക്കൊണ്ട് വിശേഷവിധിയായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോർക്കളത്തിൽ തന്നെയുണ്ടായിരുന്ന ഇവരോട് ചോദിച്ചാൽ അറിയാം. സകലവും 3 യവനന്മാരുടെ പ്രയത്നത്താലാണ് സാധ്യമായത്. പ്രതാപചന്ദ്രൻ: അവരെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ അച്ഛനോട് പറഞ്ഞിരുന്നത്. രാജാവ്:
വളരെ വേഗത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ക്ഷമയില്ലാതായി. അഘോരനാഥൻ ഉടനെ മറ്റേ അകത്തേക്ക് കടന്ന് തന്നെപ്പോലെ തന്നെ വേഷമായ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പാകെ നിർത്തി. ഇന്ന് രാവിലെ ഇവിടുത്തെ ശത്രുക്കളുടെ പക്കൽ നിന്ന് വീണ്ടു കൊണ്ടുവന്ന ആൾ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം രാജാവിനെ വളരെ വിനയത്തോടുകൂടി താണു തൊഴുത് അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും അതിവിസ്മയത്തോടുകൂടി തേജോമയനായ അദ്ദേഹത്തെ തന്നെ ഇമചിമ്മാതെ നോക്കിത്തുടങ്ങി. രാജാവ്: അവർ യവനന്മാരാണെന്നല്ലേ ഉണ്ണി പറഞ്ഞത്? അവർ എവിടെ? യവനന്മാരെവിടെ? അഘോരനാഥൻ: യവനവേഷം ധരിച്ചിരുന്നു, അത്രമാത്രമേയുള്ളൂ. ഇദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ വീണ്ടത് വിശേഷിച്ച്. രാജാവ്: വിശേഷിച്ച് എന്ത്? അഘോരനാഥൻ: വിശേഷിച്ച് ഇദ്ദേഹം വളരെ കാലം ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന കപിലനാഥനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സ്വർണമയി എൻ്റെ അച്ഛനോ എന്ന് പറഞ്ഞ് വേഗത്തിൽ കപിലനാഥൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹം ഉടനെ തൻ്റെ പുത്രിയെ എഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ച് ഹർഷാശ്രുക്കളോടുകൂടി മൂർധാവിൽ പല പ്രാവശ്യം ചുംബിച്ചു. രാജാവ് കപിലനാഥൻ എന്ന ശബ്ദം കേട്ടപ്പോൾ ഇത്തിരി നേരം നിശ്ചേഷ്ടനായിരുന്നു. പിന്നെ ഹർഷാശ്രുപുളകിതനായി, ഈശ്വര, എൻ്റെ ഈ അവസ്ഥ ജാഗ്രതോ സ്വപ്നമോ? സ്വപ്നമാവാനേ സംഗതിയുള്ളൂ എന്ന് ഗൽഗതാക്ഷരമാകും വണ്ണം പറഞ്ഞ് ആസനത്തിന്മേൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുമ്പിൽ സാഞ്ജലിയായി നിൽക്കുന്ന കപിലനാഥനെ ഗാഠമായി ആശ്ലേഷം ചെയ്തു. ഉണ്ണി എന്ന് പ്രതാപചന്ദ്രനെ വിളിച്ച്, ഉണ്ണിയെ വളരെ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം ചെയ്യിച്ച ഗുരുനാഥനാണിത്, വന്ദിക്കൂ എന്ന് പറഞ്ഞ് ഉടനെ പ്രതാപചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അടുക്കെ ചെന്ന് വന്ദിച്ചു. പ്രതാപചന്ദ്രനെയും കപിലനാഥൻ ആശ്ലേഷിച്ച് അടുത്തിരുത്തി സ്വർണമയെയും മാറത്തേക്കണച്ചുകൊണ്ട് തൻ്റെ ആനന്ദബാഷ്പത്താൽ രണ്ടുപേരെയും പുതുതായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. രാജാവ് കണ്ണുനീർ തുടച്ചുകൊണ്ട്, ഈ മഹാഭാവിയായ എന്നെ രണ്ടാമതും കാണണമെന്ന് തോന്നിയത് കപിലനാഥൻ്റെ ബുദ്ധിഗുണം കൊണ്ട് തന്നെയാണ്. എൻ്റെ അല്പബുദ്ധി കൊണ്ട് അങ്ങേക്ക് അനിഷ്ടമായി ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും സകലവും ക്ഷമിക്കണം എന്ന് മാത്രം ഈ വൃദ്ധന് ഒരപേക്ഷയുണ്ട്. കപിലനാഥൻ: എൻ്റെ സ്വാമിയുടെ ആജ്ഞ ഇഷ്ടമെങ്കിലും കഷ്ടമെങ്കിലും അതിനെ ലംഘിച്ച് രാജ്യത്തെയും സ്വാമിയെയും വെടിഞ്ഞു പോവാൻ തോന്നിയത് എൻ്റെ അവിവേകം കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഇവിടത്തേക്ക് എൻ്റെ മേൽ തിരുവുള്ളക്കേടുണ്ടാകാതിരിപ്പാൻ യാചിക്കുന്നു. രാജാവ്: ദുഷ്ടന്മാരായ ചില സജീവന്മാരുടെ ഉപദേശത്തിന്മേൽ എൻ്റെ മൂഢത കൊണ്ട് ആ കഠിനമായ കൽപ്പന കൽപ്പിച്ചു പോയതാണ്. കപിലനാഥൻ പോയതിൽ പിന്നെ ഞാൻ ചെയ്തതിനെക്കുറിച്ചുണ്ടായ പശ്ചാത്താപം എനിക്ക് തക്കതായ ഒരു ദണ്ഡനയായിരിക്കുന്നു. ഇനി ആ കഥകളെ രണ്ടാമതും ഓർമ്മപ്പെടുത്തി എന്നെ വ്യഥപ്പെടുത്താതിരിക്കണേ. കപിലനാഥൻ: ഇവിടുത്തെ ദാസന് ഒരു യാചന കൂടിയുണ്ട്. രാജാവ്: ഞാൻ എത്ര തന്നെ ഒരു വലിയ വരപ്രദാനം ചെയ്താലും കപിലനാഥൻ എനിക്ക് ചെയ്തിട്ടുള്ളതിന് തക്കതായ ഒരു പ്രതിക്രിയയാവാൻ പാടില്ല. അതുകൊണ്ട് എന്തു തന്നെയായാലും വേണ്ടതില്ല, ചോദിക്കാം. കപിലനാഥൻ: എൻ്റെ നൈരാശ്യം കൊണ്ടും കോപം കൊണ്ടും നാടുവിട്ടു പോകുന്ന സമയം ഇവിടത്തേക്ക് അതിവ്യസനകരമായ ഒരു കാര്യം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ സ്വാമിയെ ആ കഠിനമായ ദുഃഖത്തിന് പാത്രമാക്കുവാൻ എനിക്ക് തോന്നിയത് വിചാരിച്ചു നോക്കുമ്പോൾ എന്നെപ്പോലെ ഇത്ര നിഷ്കണ്ടകനായ ഒരു സ്വാമിദ്രോഹി പണ്ടുണ്ടായിട്ടില്ലെന്ന് പ്രത്യക്ഷമാകും. രാജാവ്: ഏറ്റവും വിശ്വാസത്തോടും സ്വാമീഭക്തിയോടും കൂടിയും നീതിയായിട്ടും രാജകാര്യങ്ങൾ നടത്തി വന്നിരുന്ന ഒരു ഉത്തമ സജീവൻ്റെ ഗുണങ്ങൾ ലേശം പോലും അറിവാൻ കഴിയാതെ അനർഘ്യമായ ഒരു രത്നം കയ്യിൽ കിട്ടിയ വാനരനെപ്പോലെ ആ സജീവ ശിരോമണിയെ ഉപദ്രവിപ്പാൻ തുനിഞ്ഞ എന്നെ വ്യസനിപ്പിക്കുവാനായി എന്തു തന്നെ ചെയ്താലും അത് അവിഹിതമായി എന്ന് ഒരു കാലത്തും വരികയില്ല. കപിലനാഥൻ: അത് കേട്ടപ്പോൾ പ്രീതി പൂണ്ട് ഉടനെ മറ്റേ അകത്തേക്ക് കടന്നു. രാജാവും കപിലനാഥനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കെ
ചന്ദനോദ്യാനത്തിലും അതിനു സമീപവുമുള്ള ആളുകൾ നാലുപുറത്ത് വന്ന് നിറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി കപിലനാഥനെ നോക്കി നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരോ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തെ വല്ല പ്രകാരത്തിലും ആസ്വദിച്ചവരോ അല്ലാതെ ആരും തന്നെ ആ ദിക്കിലെങ്ങുമുണ്ടായിരുന്നില്ല. കപിലനാഥൻ രാജാവിൻ്റെ മുമ്പാകെ തൻ്റെ സ്വതേയുള്ള വേഷത്തോടുകൂടി ചെന്ന് നിന്നപ്പോഴേക്ക് കുറച്ചു നേരത്തിനുള്ളിൽ കേട്ടുകേൾപ്പിച്ച ഉദ്യാനത്തിലും അതിന് സമീപവുമുള്ള ആളുകൾ അവരവരുടെ പണിയെ വിട്ട് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. കപിലനാഥൻ മരിച്ചിരിക്കുന്നു എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. അതിനാൽ അധികവും അത്ഭുതമുണ്ടായി. അവർ വാതിൽക്കലും കിളിവാതിലുകളിൽ കൂടിയും കപിലനാഥനെ കാണുവാൻ വേണ്ടി ക്ഷമ കൂടാതെ തിക്കിത്തിരക്കി നോക്കിക്കൊണ്ടിരിക്കെ അവർക്ക് നയനാനന്ദകരമായിരിക്കുന്ന ആ കപിലനാഥൻ ദിവ്യമായിരിക്കുന്ന വസ്ത്രാഭരണങ്ങളെക്കൊണ്ട് അതിമനോഹരമാകും വണ്ണം അലങ്കൃതനായി ഏറ്റവും സൗഭാഗ്യവതിയായ ഒരു കന്യകാരത്നത്തിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. രാജാവും കണ്ടു നിന്നിരുന്ന മറ്റെല്ലാവരും അല്പനേരം ആശ്ചര്യം കൊണ്ട് പാവകളെപ്പോലെ അനിമീലിത നേത്രന്മാരായി. കപിലനാഥൻ: കുന്തലതേ, ഇനി മേലാൽ എന്നെ അച്ഛാ എന്ന് വിളിക്കേണ്ട. അച്ഛൻ കലിംഗ മഹാരാജാവായ ഇദ്ദേഹമാണ്, വന്ദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുന്തലതയ്ക്കുണ്ടായ അത്ഭുതവും രാജാവിനുണ്ടായ സന്തോഷവും ആരെക്കൊണ്ട് പറയുവാൻ കഴിയും? കുന്തലത അച്ഛൻ്റെ മുമ്പാകെ സാഷ്ടാംഗം നമസ്കരിച്ചു. രാജാവ് സംഭ്രമത്തോടുകൂടി പുത്രിയെ എഴുന്നേൽപ്പിച്ച് തൻ്റെ മാറത്തേക്കണച്ച് സന്തോഷപരവശനായി പിന്നോക്കം ചാരിയിരുന്ന് കുറേ നേരം ഒന്നും സംസാരിക്കാതെ കണ്ണുനീർ വാർത്തു. പിന്നെ കുന്തലത, അച്ഛാ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മധുരതരമാകും വണ്ണം പറഞ്ഞപ്പോൾ ആ ആനന്ദമൂർച്ചയിൽ നിന്നുണർന്ന് കുന്തലതയെ ഗാഠമായി പിന്നെയും പിന്നെയും ആശ്ലേഷിച്ച് മൂർധാവിൽ പലവൊരു ചുംബിച്ച ശേഷം 2 കൈകളെ കൊണ്ട് തല തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. രാജാവ്: ഈശ്വരൻ ഇന്ന് എന്നെ സന്തോഷം കൊണ്ട് കൊല്ലുവാൻ നിശ്ചയിച്ചിരിക്കുന്നുവോ? ഈ മോദഭാരം വഹിക്കുവാൻ എനിക്കൊട്ടും ശക്തി പോരാ. ഇനി എനിക്ക് ഗംഗാതീരത്തേക്കും മറ്റും പോകണമെന്നാഗ്രഹമില്ല. ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ പരലോകപ്രാപ്തിക്ക് സംഗതി വന്നാൽ മതിയായിരുന്നു. ഇത്ര അപരിമിതമായ സന്തോഷം ഇതിൽ കീഴിലുണ്ടായിട്ടില്ല നിശ്ചയം. മേലാൽ എത്ര കാലം ഇരുന്നാലും എവിടെ തന്നെ പോയാലും എന്തു തന്നെ ചെയ്താലും ഈ വിധം സന്തോഷം ഉണ്ടാകുന്നതുമല്ല. കപിലനാഥൻ: ഇവിടുത്തെ ആഗ്രഹം സാധിക്കുന്നതായാൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഇച്ഛാഭംഗത്തിന് കാരണമാണ്. ദയാപയോധിയായിരിക്കുന്ന അങ്ങൊന്ന് ഞങ്ങളുടെ ഇടയിൽ രാഗാസുധാകരനെ പോലെ ആഹ്ലാദകരവാനായി ഇനിയും ചിരകാലം ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ കപിലനാഥൻ ഇത് ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ് കുന്തലതയ്ക്ക് പ്രതാപചന്ദ്രനെ കാണിച്ചു കൊടുത്തു. അവർ തമ്മിൽ തങ്ങളുടെ സ്നേഹത്തെ കാണിച്ച ശേഷം കപിലനാഥൻ കുന്തലതയെ മറ്റെല്ലാവരുടെയും അടുക്കൽ കൊണ്ടുപോയി. ഓരോരുത്തരെ വെവ്വേറെ വിവരം പറഞ്ഞു കാണിച്ചു. കുന്തലതയ്ക്ക് പണ്ട് കാണാത്ത ആളുകളെയും സ്ഥലങ്ങളെയും സാധനങ്ങളെയും കാണുകയാൽ ഒരു പുതിയ ലോകത്ത് വന്നതുപോലെ തോന്നി. 4 ഭാഗത്തേക്കും വിസ്മയത്തോടുകൂടെ നോക്കിക്കൊണ്ട് സ്വർണമയീ ദേവിയുടെ സമീപത്ത് പോയിരുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ സ്വർണമയിയും കുന്തലതയും തമ്മിൽ ഗാഠമായ സൗഹാർദ്ദം സംഭവിക്കയാൽ പ്രതാപചന്ദ്രനും കപിലനാഥനും വളരെ സന്തോഷമാകുകയും ചെയ്തു. അഘോരനാഥൻ 2 ആളുകളെ കൂടി രാജാവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തി, യവനന്മാരുടെ വേഷം ധരിച്ചിരുന്ന മറ്റു 2 ആളുകൾ ഇവരാണ് എന്ന് പറഞ്ഞു. രാജാവ് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത് താരാനാഥനല്ലേ എന്ന് ചോദിച്ചു. അഘോരനാഥൻ: അതെ, താരാനാഥൻ തന്നെ. ഇവിടെ നിന്ന് പോയിട്ട് ഒരു സംവത്സരത്തോളമായി. ദൈവാനുകൂലം കൊണ്ട് തരക്കേടൊന്നും കൂടാതെ പല ദിക്കുകളിൽ സഞ്ചരിച്ച് ജ്യേഷ്ഠൻ്റെ അടുക്കെ തന്നെയാണ് ചെന്നെത്തിയത്. രാജാവ്: അത്ഭുതം! പ്രകൃതിയാ ദേഹികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ അറിവ് കൂടാതെയും അവരെ അന്യോന്യം ആകർഷിക്കുമോ എന്ന് പറഞ്ഞു. മറ്റേയാളെ രാജാവിന് മനസ്സിലായില്ല. അഘോരനാഥൻ: ഇവൻ ജ്യേഷ്ഠൻ്റെ ഭൃത്യനാണ്. 30 സംവത്സരത്തിൽ പുറമായി ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ താമസിച്ചു വരുന്നു. വളരെ വിശ്വാസയോഗ്യനാണ്. ജ്യേഷ്ഠൻ്റെ ഗൂഢവാസത്തിലും കൂടെയുണ്ടായിരുന്നു. രാമദാസൻ എന്നാണ് പേര്. രാജാവ് അവർ 2 പേരോടും
താരതമ്യം പോലെ തൻ്റെ സന്തോഷം കാണിച്ചു. താരാനാഥൻ രാജാവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അയാളെ പ്രതാപചന്ദ്രൻ കൈപിടിച്ച് വേറൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടേക്ക് സ്വർണമയ്യും എത്തി. രണ്ടുപേരും വളരെ സ്നേഹത്തോടുകൂടി താരാനാഥനെ ആശ്ലേഷം ചെയ്തു. താരാനാഥനും അവരുടെ കല്യാണം കഴിഞ്ഞതിനെക്കുറിച്ചും മറ്റും തൻ്റെ സന്തോഷത്തെ പ്രദർശിപ്പിച്ചു. കുന്തലത അടുക്കെ നിന്ന് അതൊക്കെയും കണ്ട് സന്തോഷത്തോടുകൂടി താരാനാഥനെ കടാക്ഷിക്കുകയും ചെയ്തു. പ്രതാപചന്ദ്രൻ: എൻ്റെ പരുഷ വാക്കുകൊണ്ട് സുഖക്കേടായിട്ടാണ് താരാനാഥൻ പോയത് അല്ലേ? ഞാൻ തൽക്കാലത്തെ കോപം കൊണ്ട് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ. താരാനാഥൻ: എൻ്റെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ ശങ്കിപ്പാൻ വഴിയുണ്ടായിരിക്കാം. എന്നാൽ വസ്തുത അങ്ങനെയല്ലതാനും. അത് നിങ്ങളെ അറിയിക്കുന്നതിനും വിരോധമില്ല. നിങ്ങൾ രണ്ടാളുകളും കൂടി എന്നെ കൂട്ടാതെ ഓരോന്ന് പറയുകയും നടക്കുകയും ചെയ്യുകയാലും എനിക്ക് സല്ലാപത്തിനും സഹവാസത്തിനും വേറെ ആരും ഇല്ലാതിരുന്നതിനാലും കുണ്ഠിതം തോന്നി ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോകുവാൻ നിശ്ചയിച്ചു. അതല്ലാതെ നിങ്ങളുടെ നേരെ നീരസം തോന്നുകയാലാണെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് തോന്നരുത്. ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്ന പക്ഷം എനിക്കൊട്ടും ഖേദമുണ്ടാവുകയില്ലതാനും എന്ന് പറഞ്ഞ് കുന്തലതയുടെ മുഖത്തേക്ക് ഇടക്കണ്ണിട്ടൊന്ന് നോക്കി മന്ദസ്മിതം ചെയ്തു. പ്രതാപചന്ദ്രൻ: താരാനാഥൻ പോയതിൽ പിന്നെ ഇതാ ഇപ്പോൾ അറിഞ്ഞു കണ്ട് സംസാരിച്ചവരെയും എൻ്റെ വാക്കുകളായിരിക്കുമോ താരാനാഥൻ്റെ പ്രവൃത്തിക്ക് കാരണം എന്നൊരു ശല്യം എപ്പോഴും വിട്ടുപോകാതെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ താരാനാഥൻ ഓരോ ദിക്കുകളിൽ സഞ്ചരിച്ചതും കുന്തലതയെയും കപിലനാഥനെയും കണ്ടെത്തിയതും മറ്റും കുറിച്ച് സോദരീ സോദരന്മാർ 4 പേരും കൂടിയിരുന്ന് സംഭാഷണം ചെയ്യുന്നത് കണ്ട് കപിലനാഥനും അഘോരനാഥനും വളരെ പ്രീതി പൂണ്ടു. അതിൻ്റെ ശേഷം കപിലനാഥൻ തൻ്റെ പണ്ടത്തെ ഭൃത്യന്മാരെയും സമീപം ദിക്കുകളിൽ നിന്ന് തന്നെ കാണാനായി വന്നിരുന്ന ദരിദ്രന്മാരും പരാധീനക്കാരുമായ മറ്റേ ആളുകളെയും കാണാനായി അവരുടെ ഇടയിലേക്ക് ചെന്നു. അപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ഇത്ര എന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം കണ്ടറിഞ്ഞ് ഭാവത്തിൽ മന്ദസ്മിതത്തോടുകൂടി എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം നോക്കി മിക്കവരോടും 1-2 വാക്ക് സംസാരിച്ചു. ചിലർ കാൽക്കൽ വീണിട്ടും ചിലർ കരഞ്ഞിട്ടും മറ്റും പ്രകാരത്തിലും അവർ തങ്ങളുടെ ആന്തരമായ സ്നേഹത്തെയും ഭക്തിയെയും സന്തോഷത്തെയും കാണിച്ചു. അസാരന്മാരാണെങ്കിലും അവരുടെ മനഃപൂർവമായും ഏറ്റവും നിർവ്യാജമായുമുള്ള ആ സ്നേഹസൂചകങ്ങളെ കണ്ടപ്പോൾ വളരെ ദയാലുവായ കപിലനാഥന് മനസ്സലിയുകയും ചെയ്തു. അന്നത്തെ രാത്രി ഉദ്യാനത്തിൽ എല്ലാവരും പുതുതായി വന്നവരോട് സംഭാഷണം ചെയ്തുകൊണ്ടും അവരുടെ ഓരോ കഥകളെ കേട്ടുകൊണ്ടും നേരം കഴിച്ച് ഭൃത്യന്മാരുടെ ഇടയിലും സന്തോഷത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. രാമദാസൻ്റെ അമ്മയും പെങ്ങളും ഒരിടത്ത് അവനെ അരികിലിരുത്തി അവൻ പോയതിൻ്റെ പിന്നെയുണ്ടായതൊക്കെയും ചോദിച്ചറിഞ്ഞു. മറ്റൊരിടത്ത് 2 ആളുകൾ തങ്ങളുടെ ചെറിയമ്മയായ പാർവതിയോട് വർത്തമാനങ്ങൾ ചോദിച്ചു. വേറെ പല ദിക്കുകളിലും 2-4 ആളുകളായി കൂടിയിരുന്ന് യവനന്മാരുടെ പരാക്രമത്തെയും കുന്തളേശൻ്റെ അപമാനത്തെയും വേടർക്കരജൻ്റെ കൂറിനെയും മറ്റും പല സംഗതികളെക്കുറിച്ചും പറഞ്ഞ് രസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപിലനാഥൻ്റെ യോഗ്യതയെയും കുന്തലതയുടെ സൗഭാഗ്യാദി ഗുണങ്ങളെയും പിന്നെയും പിന്നെയും പറഞ്ഞ് അതിശയപ്പെടാത്തവർ ആരും തന്നെയുണ്ടായിരുന്നതുമില്ല. ഇതോടെ ഇന്നത്തെ വായന അവസാനിക്കുന്നു. ഇനി ബാക്കി ഭാഗങ്ങളുമായി ഉടനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി വരുന്നതുവരെ നന്ദി.